പിന്നെ ഞങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുന്ന മോദിക്കാണ്. അതെ, ആകും, ഉറപ്പാണ്. ജയ് ബോലോ ജയ് ബോലോ ജയ് ബോലോ ജയ് ബോലോ ജയ് ജയ് बोलो मोदी जी जय जय बोलो मोदी जी जय बोलो जय बोलो जय बोलो जय बोलो। राष्ट्र को नया जीवन देने वाला मोदी जी हम सबको पसंद है। जय मोदी जी, जय श्री राम, जय श्री राम, वंदे मातरम, वंदे मातरम, भारत माता की जय, भारत माता की പുണ്യവാഹിനി സേജനമേകും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. ഈ ഭാരതത്തിന് അഭിമാനപുത്രനാണ് നരേന്ദ്രമോദിജി. മോദിജി എന്ന് കാണാനുള്ള ആഗ്രഹം ഇത്ര നാളായി ഓർക്കുന്നു. ഇല്ല അധികം ഇത്ര കാലമായി ആഗ്രഹിക്കുന്നു ഒന്ന് കാണണമെന്ന്. കുറെ നേരമായി ആവശ്യത്തില് വളരെ ഭയങ്കര സന്തോഷം തോന്നാണ്. ജനങ്ങളെ നല്ലോണം സ്നേഹിക്കുന്നുണ്ട് അങ്ങേര്. വരും, തീർച്ചയായും വരും, ഉറപ്പാണ്. ഫോട്ടോ വെച്ച് പിന്നെ അതുകൊണ്ടല്ലേ കാണാൻ വന്നത്. പിന്നെ ആവേശം കൊണ്ട് ആവേശം മാത്രമേ ഉള്ളൂ. നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ വലിയൊരു ആവേശം. പിന്നെ തർക്കം എന്നാ? കേരളത്തിലെ പിണറായി വിജയൻ കാലന്റെ ഭരണം മാറ്റണം. മോദിജി വരണം. മോദി വന്നാൽ ഞങ്ങൾ ഇതെല്ലാം മാറ്റം വരുത്തിയിരിക്കും. അവസരം കിട്ടത്തില്ലല്ലോ. ഇതിനൊന്നും പല പ്രധാനമന്ത്രി വിളിച്ചിട്ടുണ്ടല്ലോ. ആരും വന്നിട്ടുണ്ട് ഇതുപോലെ. ആരും വന്നിട്ടില്ല. പുള്ളി നല്ല ചങ്കൂറ്റുള്ള ആളാ പുള്ളി. അതുകൊണ്ട് ഭരണം ഈ പിണറായി വിജയന്റെ. നിങ്ങൾ രണ്ടുപേരും ഈ കറുത്ത് ഇടാൻ പറ്റുമോ? ഇടാൻ പറ്റുമോ കറുത്തത്? പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ തോപ്പുംപടി മോദിജിയുടെ ലീഡർഷിപ്പ് ആണല്ലോ ഏറ്റവും വലിയ. ഒന്നിനും ഭയക്കാത്ത ആ ഒരു ഇത് എന്തിനും ഉറപ്പായിട്ടും 100%. നല്ല അറ്റാച്ച്മെന്റ് കേരളത്തിലോടല്ല, ഇന്ത്യയിലും മൊത്തത്തില് നല്ല ജയ് ശ്രീറാം. ഇല്ല, ഇന്ത്യയിൽ എവിടെ നിന്നാലും പുള്ളി ജയിക്കും. മോദിജിനെ ഇഷ്ടമാണോ? എവിടുന്നാ വന്നേ മോദിജിനെ കാണാൻ? മോദിജി സൂപ്പറാണോ? ആരെ കാണാൻ വന്നതാ? മോദിജിനെ കാണാൻ വന്നതാ? ആവേശമൊക്കെ ഒന്ന് പ്രകടിപ്പിച്ച എല്ലാരും കൂടി ഒരു ജയ്യൊക്കെ വിളിച്ചേ. भारत माता की जय, बोलो नरेंद्र मोदी जी की जय. Yes, actually the administration in Kerala, we are fed up with the administration and we would like to change the whole atmosphere by bringing Modi government in state government too. So that is why we have seen all this crowd, but what is the reason behind this we don't know. Therefore we would like to make a change in the government. Kerala people believes in Modi guarantee. Yeah. We all believe. We all want to make a change in the administration. That is the first thing what we have to do. That is why we all are gathered here. 2 hours we are waiting. Last 2 hours we are waiting for Modi ji. Just to make a change. We went to Thrissur. We want to change Thrissur also. So we expect that anyway we'll get 2 or 3 seats in Kerala. So that is why all the people have gathered This here. time 400 plus. ഭയങ്കര ആവശ്യം, ഫുൾ ആവശ്യത്തിലാണ്. എന്തോ ഞങ്ങൾ കുമളി, ഇടുക്കി ജില്ല കുമളി. അതെ, അതെ. കേരളവും പിടിച്ചെടുക്കുക, അത് തന്നെയാണ് ലക്ഷ്യം. പിടിച്ചെടുക്കുക തന്നെയാണ്. അയിത്തം കൽപ്പിച്ചില്ല. ഒരു വിഭാഗം മോദി വിരോധർ മാത്രമാണ് അയിത്തം കൽപ്പിച്ചിരിക്കുന്നത്. നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ മോദിയെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ അദ്ദേഹത്തോടുള്ള സ്വാധീനം, ജനങ്ങളുടെ സ്വാധീനം, അത് ഇഷ്ടം ഡബിൾ ആയിരിക്കും. അതിൻ്റെ വീട് സമ്പർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മോദിജി വന്നത് വ്യക്തമായ ഇത് തന്നെയാണ്, തുടക്കം മാത്രമാണ്. എന്തായാലും ഈ വർഷം ഒരു 3 മുതൽ 5 MP വരെ കാണും.
ഇപ്രാവശ്യം താമര വിരിയും? ശ്രമത്തെ ഞങ്ങൾ ഓരോരുത്തരും കേരളത്തിൽ താമര വിരിയോ? പിന്നെ ഉറപ്പായിട്ടും വരും, ഉറപ്പായിട്ടും വരും. മോദിജി ആ ഒരു വരവാണോ വരുന്നത്? മോദിജിയുടെ ആദ്യത്തെ തടക്കുക ഈ പ്രാവശ്യം ഉറപ്പായിട്ടും ഒറിജിനല്ലേ 3-4 വർഷം സീറ്റ് ഉറപ്പാക്കി. ഉറപ്പ്. ആവേശമൊന്നും കാണുന്നില്ലല്ലോ. ആവേശമുണ്ട്, എല്ലാ ആളുകൾക്കും ആവേശമുണ്ട്. ആവശ്യം ഇടിക്കുന്ന ഇവിടം വരെ വരുമോ? ഇടുക്കിക്കാരെ ഇടിക്കുന്നതാ. മോഡിജിയെ കാണാൻ തന്നെ വന്നതാ. മോഡിജിയെ കാണാൻ, കേരളത്തിന്റെ പുത്രനെ കാണാൻ വന്നാ ഇരിക്കുന്നു. ലോക നേതാവിനെ കാണാൻ വന്നിരിക്കുന്നത്. മോദിജിനെ ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? മോദിജിയുടെ പ്രവർത്തനം അതല്ലേ ഏറ്റവും വികസന പ്രവർത്തനം. ഇന്ത്യയിൽ മൊത്തം വികസനമുണ്ട്, എല്ലാ സംസ്ഥാനത്തും വികസനമുണ്ട്, ഇല്ലെന്ന് ഇവർ പറയില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനമുണ്ട്. ഒന്നും പറയണ്ട, അങ്ങനെ ചോറ് തിളച്ച് നിൽക്കുമല്ലേ. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ ഇടുക്കി വണ്ടിപ്പെരിയാറിൽ നിന്ന്, കേടുവരികയാണ്. ഇപ്പൊ പീരുമേട് മണ്ഡലം. ഇപ്രാവശ്യം അക്കൗണ്ട് തുറക്കുമോ? BJP അക്കൗണ്ട് തീർച്ചയായിട്ടും അതിനായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ. മോദിജിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? പുള്ളിയല്ലേ ഇവിടുത്തെ ഹീറോ. പുള്ളിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പുള്ളിയാണ്, നരേന്ദ്രമോദിയാണ്. അത്ര തന്നെ. ആവേശമൊന്നും കാണുന്നില്ലല്ലോ. ഭയങ്കര സന്തോഷം. ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച മോദിജിയല്ലേ ഇന്ത്യ ഇത്രയും വലിയ ഒരു ലോകത്തിലെ 1ാം നിരയിലേക്ക് എത്തിക്കാൻ ഒന്നുകൂടെ മോദിജി അധികാരത്തിൽ വരണം. അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. മൂന്നാമതും മോദി തന്നെ അധികാരത്തിൽ വരും, അതിനൊരു തർക്കവുമില്ല. ജയ് പുരുഷൻ മോദി, ലോകത്തിന്റെ ജയ്. തീർച്ചയായിട്ടും മോദിജി വരുന്നത് ഭയങ്കര ആവേശകരമാണ്. അത് മാത്രമല്ല, അരാജകത്വം കൊടികുത്തിരുന്ന ഈ നാട്ടിൽ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത് ധർമ്മം സംരക്ഷിക്കാൻ എത്തിയ യുഗപുരുഷനാണ് നരേന്ദ്രമോദിജി. അദ്ദേഹം തീർച്ചയായിട്ടും വരും, ഈ കേരളത്തിലും വരും. ഈ ഭാരതത്തിന് അഭിമാനപുത്രനാണ് നരേന്ദ്രമോദിജി. പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയല്ലേ ജനങ്ങളുടെ ഇവിടെ കയറി ചേർന്നേടാ. ആവേശവും കാണുന്നത് എത്ര നേരം ഇവിടെ നിൽക്കണത് ഒരു നോക്ക് കാണാനായിട്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ഒന്നും ഒരു മാത്രമേ ഇഷ്ടമാണ്. എന്താണ് നല്ല നല്ല ഭരണമല്ല കാഴ്ചവെക്കുന്നത്. പിന്നെന്താ വരും. അതിൽ പിന്നെ ആരോ പേരഞ്ഞു വരാനുള്ളത്. സംശയമൊന്നുമില്ലാതെ വീണ്ടും അധികാരത്തിലാണ് മോദി. താമര വിരിയും. ആവേശം, വളരെ ആവേശമല്ലേ. തികഞ്ഞ ആവേശം. വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നേ നരേന്ദ്രമോദിയെ കാണാൻ. പിന്നെ സംശയം എന്ത് ചോദ്യം ചോദിക്കുന്നത്? ആവേശമുണ്ട്. അടുത്ത് കാണാം, സന്തോഷം. തൊട്ടടുത്ത് കാണാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റും. 2ാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. സന്തോഷം. പ്രധാനമന്ത്രി ആവും ഉറപ്പായിട്ട് ആവും. മോദി തന്നെ വരും, മോദിയുടെ ഭരണം തന്നെ ഉണ്ടാവും. കേരളത്തിലും താമരകൾ വിരിയും. നരേന്ദ്രമോദിനെ കാണാൻ വന്നതാ. ക്ലാസ് ഒക്കെ ഒഴിവാക്കി വന്നാണോ അതിനെ കാണാനായിട്ട്? മോദിജിക്ക് ജയ് വിളിച്ചേ. മോദിക്ക് ജയ്. ആവേശം വരുന്നില്ല. നരേന്ദ്ര മോദിക്ക് ജയ്. ഇഷ്ടാണോ മോദിജിനെ? കുറെ ഇഷ്ടാ. ഞങ്ങളുടെ മോദിജി അവിടെ വന്നിട്ടുണ്ടായിരുന്നോ? കേരളത്തിലെ മോദിജി, ഞങ്ങളുടെ മോദിജി വന്നിട്ടുണ്ട് ഇവിടെ. കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട്? സൂപ്പർ. വന്ന മോദിജിനെ ആവേശത്തോടുകൂടി സ്വീകരിക്കുന്നു. സ്വീകരിക്കാൻ തയ്യാറായി. എത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? നമുക്ക് കേരളത്തിലെല്ലാം തന്നെ മോദിജിയുടെ കയ്യിൽ നിന്നാണ് എല്ലാം കേരളത്തിലേക്ക് ഒഴുകി വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ജീവൻ ശരിക്കും പറഞ്ഞാൽ രക്ഷ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടല്ലോ നമുക്ക്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും അദ്ദേഹത്തെ ആദരിക്കുകയാണ് ഞങ്ങൾ. ശരിക്കും പറഞ്ഞാൽ രീതിയിലൊന്നുമില്ല, നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നു. നല്ലൊരു ആള്. നമുക്ക് എന്ത് കാര്യം പറയാനുള്ള നമ്മൾ പറഞ്ഞാൽ അത് നമുക്ക് സാധിക്കും. നമുക്ക് സഹായിക്കുന്ന ആളാണ്. വരട്ടെ.